ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു പഴയ നിയമ പ്രവാചക പുസ്തകം, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിച്ചാൽ നല്ലതായിരിക്കും. Praise the Lord. Thank you. ഈ വചനം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തരാനിടയായി. അനുതപിക്കുന്ന ഹൃദയങ്ങൾക്ക് പെന്തക്കോസ്ത് നാളിലെ ശക്തി പകരാൻ പോകുകയാണ്. Praise the Lord. Praise the Lord. യോവേൽ പ്രവാചകന്റെ പുസ്തകം എടുത്തുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാനിടയായതെങ്കിൽ ഈ സഭയ്ക്കകത്ത് ഹല്ലേലൂയ അനുദപിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇതിനകത്തൊരു അഭിഷേകം വ്യാപരിക്കും. തലമുറകളെ ദൈവം കരങ്ങളിൽ ഉപയോഗിക്കും. ദർശനങ്ങളുള്ളവരായി, ഹല്ലേലൂയ പ്രവചനങ്ങളുള്ളവരായി സ്വർഗത്തിലെ ദൈവത്തിന് തീർക്കാൻ പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് നമ്മുടെ സഭയോട് പറയാനിടയായി. ഇനി നീ ഉഴങ്കാലും അടക്കുമോ? നീ കണ്ണുനീരോടെ കരയുമോ? നിന്റെ തലമുറയെ വാഗ്ദത്ത ദേശത്ത് മാനിക്കാൻ ശക്തനാണ്. Praise the Lord. ഇത് ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു അരുളപ്പാടാണ്, പ്രവാചകനിൽ കൂടിയുള്ള അരുളപ്പാടാണ്. ആ പ്രവാചകൻ യോവേൽ പ്രവാചകനാണ്. യോവേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹല്ലേലൂയ യഹോവ ദൈവം എന്നാണ്. സ്തോത്രം. യാവ്വേൽ, പ്രൈസ് ദി ലോർഡ്, യഹോവ ദൈവം. ഇത് യഹൂദന്മാരോട് അല്ലെങ്കിൽ ആരാധിക്കുന്ന തെക്കേ രാജ്യത്തുള്ള അരുളപ്പാടാണ്. രാജ്യം ഇസ്രായേൽ ജനം രണ്ടായി പിരിഞ്ഞു. ഒന്ന് ഇസ്രായേലും രണ്ട് യഹൂദയും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന് വടക്കേ രാജ്യമെന്നും പ്രൈസ് ദി ലോർഡ് യഹൂദയ്ക്ക് തെക്കേ രാജ്യമെന്നും പേരിട്ടു. യഹൂദരാണ് ദൈവത്തെ ആരാധിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. പ്രമാണമുള്ളവരവര്. സ്തോത്രം. ആ യഹൂദ ജനം എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ രാജ്യം പുരോഗതി പ്രാപിച്ചു. രാജ്യത്തിന് പുരോഗതിയായി, ദൈവജനത്തിന് പുരോഗതിയായി. എല്ലാ നിലയിലും അവരെന്ത് ചെയ്തു? അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ സംതൃപ്തരായി തീർന്നു. സംതൃപ്തരായി തീർന്നപ്പോ എന്ത് ചെയ്തു? ദൈവത്തെ അവർ മറന്നു. നമ്മൾ വയറ് നിറച്ചൊന്നുണ്ടേച്ചേ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ നോക്കിക്കേ, നടക്കില്ല. കാരണം ശരിക്കും ഉണ്ടില്ലേ, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവർക്ക് കണ്ണടയും, ഉറക്കം. പ്രൈസ് ദി ലോർഡ്. ഉണ്ടവന് പായ, ഉണ്ണാത്തവന് ഇല. പ്രൈസ് ദി ലോർഡ്. ദൈവജനം ഓർക്കണം, ആഹാരം കൊണ്ട് തൃപ്തിയായാൽ അവരുറങ്ങും. അപ്പൊ സകല സമ്പന്നതയും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അവർ പ്രാർത്ഥന പോകും, ദൈവിക അവസ്ഥകൾ മാറിപ്പോകും. അതാ ലൂസിഫറിനോട് ചോദിച്ചാൽ പറയും. പ്രൈസ് ദി ലോർഡ്. അവർ സകല സമ്പത്ത് സകലവും വന്നു കഴിഞ്ഞപ്പോ അവന്റെ ഹൃദയത്തിന്റെ ഭാവം മാറി. അവൻ ദൈവത്തിന്റെ മോളിൽ കയറി. ദൈവം പ്രൈസ് ദി ലോർഡ് ദൈവത്തെ ചവിട്ടിത്താത്തിട്ട് അതിന്റെ മുകളിൽ കയറിയിരിക്കാൻ നോക്കി. ഭാവങ്ങളും ഭാവനകളും ജീവിതത്തിൽ വരും. അവനാണ് പിശാചായി മാറുന്നത്. ഹൃദയത്തെ ആ ദൈവം നോക്കുന്നത്. പുറം നോക്കാൻ ദൈവം ഇവിടെ വന്നിട്ടില്ല.
ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ സൗന്ദര്യം കാണാനോ, നിങ്ങളുടെ ഡ്രസ്സ് കാണാനോ, നിങ്ങളുടെ പാരമ്പര്യം കാണാനോ, നിങ്ങളുടേതായിരിക്കുന്ന ജോലിയോ ഔദ്യോഗിക മണ്ഡലമോ സമ്പത്തോ കാറോ ഇതൊന്നും കാണാനല്ല ദൈവം വന്നിരിക്കുന്നത്. ദൈവം തകർന്ന ഹൃദയത്തെ, നുറുങ്ങിയ മനസ്സിനെ കാണാനാ ഇന്ന് പകൽ പിടിക്കുന്ന ദൈവമേ. നിന്റെ ഹൃദയത്തെ കാണുന്ന, തകർന്ന മനസ്സിനെ കാണുന്ന, ആ തകർന്ന മനസ്സിനെ നിരസിക്കാത്തൊരു ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവർ ദൈവിക കാര്യങ്ങൾക്ക് എന്ത് ചെയ്തു? ഗൗരവം കൊടുത്തില്ല. സമൃദ്ധി വരുമ്പോൾ ദൈവകാര്യങ്ങൾക്ക് എന്ത് ചെയ്തില്ല? അവർ ഗൗരവം കൊടുത്തു. ഇത് ഞാൻ പോകുന്നില്ല. പ്രാർത്ഥന. ആത്മനിയോഗമുള്ളവനെ ആരാധനയ്ക്ക് വരുവുള്ളൂ. ആത്മനിയോഗമുള്ളവനെ ദൈവത്തെ സ്തുതിക്കുകയുള്ളൂ. ആത്മനിയോഗമുള്ളവനെ പ്രാർത്ഥിക്കുകയുള്ളൂ. ആത്മനിയോഗമുള്ളവനെ വചനം ധ്യാനിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ധ്യാനിക്കുമ്പം അകത്തൊരു കത്തല് വരുമെന്നേ. പ്രൈസ് ദി ലോർഡ്. ഈ പെതുവേൽ എന്ന് പറയുന്നത് തന്നെ ദൈവത്താൽ പ്രേരിതനെന്ന. പ്രൈസ് ദി ലോർഡ്. തൻ്റെ മകനാ ആര്? യോബേൽ. അവരെന്തെന്നറിയാമോ? ദൈവത്തിന്, ദൈവകാര്യങ്ങൾക്ക് ഗൗരവം കൊടുക്കാതെ പാപം ചെയ്തു. ദൈവത്തെ അനുസരിക്കാതെ വരുന്നത് തന്നെ പാപമാണ്. മനസ്സിലായോ? അപ്പം ദൈവകാര്യങ്ങൾക്ക് ഗൗരവം കൊടുക്കുന്നില്ലെങ്കിൽ അവൻ പ്രമാണം വിട്ടു, വഴി തെറ്റി. അവർ പ്രമാണം വിട്ടു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അവർ സ്വാർത്ഥന്മാരായി തീർന്നു. സെൽഫിഷ്. അവരവരുടെ കാര്യം മാത്രം. ആ കാലത്ത് അവർ തന്നെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 2:7 വായിച്ചു നോക്കിക്കേ. ഉണ്ടോ? അവരുടെ പാത വിട്ടുമാറാതെ താൻ്റെ വഴി. ദൈവമക്കൾ എപ്പോഴും ഓർത്തോളണം, സെൽഫിഷ് ആകരുത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇടിവിൽ നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം നോക്കുമ്പോ ആരുമില്ല. ദൈവമേ, ഒരു വ്യക്തിക്ക് വേണ്ടി നീ ഇടിവിലിരിക്കണം. ദൈവത്തിന്റെ നാമം ഉയർത്താൻ വയ്യാത്ത സ്ഥലത്ത് പാർക്കുന്നതായ തന്റെ ജനത്തെ പോരാടുമ്പോൾ അവരോടുള്ള പോരുകൾ, അവരുടെ കുടുംബത്തോടുള്ള പോരുകൾ, തലമുറകളുടെ പോരുകൾ എന്താണെന്ന് ഗ്രഹിപ്പാൻ ഒരു ആത്മനിയോഗം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനാരും അല്ലെങ്കിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. എന്റെ ഉള്ളറയറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിലിരിക്കണം, പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നീ ഇടിവിലിരിക്കുമ്പോൾ നിന്റെ കാര്യം സ്വർഗം നോക്കും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ കണ്ണിലെ കോല് മാറ്റിയിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ ദൈവമേ എന്റെ ജീവിതത്തിലെ കുറവ് എന്നെ കാണിച്ചു തരണമേ. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തെ എന്ത് ചെയ്തു? വിട്ടു. അവർ വിഗ്രഹാരാധികളായി തീർന്നു. അവരുടെ ആ ജീവിത രീതി ശിക്ഷാവിധി വരുത്തുമെന്ന് ഒരു പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് മുന്നറിയിപ്പ. ഒരു കാര്യം ഓർത്തോണം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ എന്തൊക്കെ പരിപാടി കാണിച്ചു, എന്തൊക്കെ കോൺട്രാക്ട് കാണിപ്പിച്ചു. ആരുടെയൊക്കെ നേരെ വിരൽ ചൂണ്ടി, ഞാൻ ആരോടൊക്കെ ഏഷണി പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കർത്തൃമേശ എടുത്തു, കുഴപ്പമൊന്നുമില്ലെന്നേ. കുഴപ്പമില്ല. ഒരു കാര്യം ഓർത്തു കളയണം, പ്രൈസ് ദി ലോർഡ്. കുഴപ്പം വരുന്നൊരു സമയമുണ്ട്. കർത്താവ് ഇങ്ങനെ നോക്കും,
ഈ ആണ്ടും കൂടെ നടക്കട്ടെ. അവന് ചെറിയ ബലമെങ്കിലും കായ്ക്കും. തോട്ടക്കാരൻ കിളയ്ക്കുന്നുണ്ട്, ഒന്ന് വളവിടുന്നുണ്ട്. കൃപായുഗമാണ്, പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. അതുകൊണ്ട് ആർക്കും കുഴപ്പമില്ല. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഭയ്ക്കകത്തുണ്ടെങ്കിൽ ദൈവമക്കൾ ഓർത്താണ്. ഹല്ലേലൂയ. ദൈവമാണ് അവരെ സൂക്ഷിക്കുന്നത്. നിങ്ങളുടെ മിടുക്കല്ല കേട്ടോ. പ്രാർത്ഥിക്കുന്ന, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സൂക്ഷിക്കാൻ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ സമയം ഒത്തിരിയാകും. എനിക്കിവിടെ പെൻഡിങ് ഒത്തിരി കിടപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പെൻഡിങ് കിടപ്പുണ്ട്, സ്വർഗവാതിൽ. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് തൊട്ട് കയറിയപ്പോൾ അനേക വിഷയങ്ങളിലേക്ക് എന്ത് ചെയ്തു, ഓഡിയൻസിന്റെ നിലവാരം ദൈവാത്മാവ് കാണിച്ച് അവരെ വിവേചിച്ചുകൊണ്ട് ദൈവാത്മാവ് ഇടപെടാനിടയായി. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇങ്ങനെ ഒരു വലിയ ന്യായവിധി വരുന്നു, അല്ലെ ശിക്ഷാവിധി വരുന്നു എന്ന് മുന്നറിയിപ്പ് തരാനാണ് യോവേൽ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചത്. അന്നത്തെ ജനത്തിൻ്റെ നിലവാരം, അന്ന് അവർക്ക് ഭൗതിക നന്മയാണ് ഒത്തിരി കൊടുത്തിരുന്നത്. അതെല്ലാം ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 1-2 വാക്യം വേഗം വായിച്ചോ, സ്പീഡിൽ. നിങ്ങളുടെ മക്കളോടും തലമുറയായിട്ട് വിവരിച്ചു പറയേണ്ട അനേക കാര്യങ്ങളുണ്ട്. പിതാക്കന്മാരുടെ കാലത്ത് ദൈവം ചെയ്ത നന്മകളും അനുഭവങ്ങളും അത്ഭുത പ്രവൃത്തികളൊക്കെ തലമുറകളോട് വിവരിച്ചു പറയണം. അങ്ങനെ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? 78-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പറയാൻ വായിച്ചു നിങ്ങൾ നോക്കുകയാണെങ്കിൽ വായിക്കാൻ നല്ലതാ. പ്രൈസ് ദി ലോർഡ്. കാരണം എല്ലാവർക്കും വായിക്കാൻ സമയം ഇല്ലല്ലോ. ഐപാഡും അതുപോലെ തന്നെ മൊബൈലും അല്ലേ മുമ്പിലുള്ളൂ. അതിനെങ്കിലും ഇപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കാം. ഒന്ന് വായിച്ചു 78:4. അവരുടെ സ്തുതിയും ബലവും അവന്റെ അത്ഭുത പ്രവൃത്തി എന്തിനു വിളിച്ചു പറയണം. ഞാൻ എപ്പോഴും പറയും, ഞാൻ വളർന്ന അവസ്ഥകൾ വിളിച്ചു പറയുകയും മക്കളോട് പറയുമ്പോൾ മക്കളൊക്കെ പറഞ്ഞാൽ ഇപ്പം അവർക്ക് മനസ്സിലാകത്തില്ല. അതങ്ങനെ, അത് പണ്ടത്തെ കാലം. ഇപ്പം ഇവിടെ ഉപദേശം പറഞ്ഞ അപ്പൂപ്പൻ ഉപദേശമാണെന്ന് പറയും. ഉപദേശം എന്നാരും പറയുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറയുക മാത്രമല്ല, മാറിയിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ അനുഭവിക്കുന്ന ആത്മസന്തോഷം തലമുറകൾ അനുഭവിക്കണം. അവർക്ക് വേണ്ടി ഇടിവിലിരിക്കണം. ആമേൻ. കണ്ടോ എന്താ സംഭവിച്ചത്? ആയിട്ട് വായിച്ചോ, വേഗം വായിച്ചോ. തുള്ളൽ ശേഷിപ്പിച്ചത് പ്രൈസ് ദി ലോർഡ്. അവിടെ വായിച്ച തുള്ളൽ ശേഷിപ്പിച്ച എന്ത് ചെയ്തു? വെട്ടുകിളി തിന്നു. വെട്ടുകിളി ശേഷിപ്പിച്ച് വിട്ടിൽ തിന്നു. വിട്ടിൽ ശേഷിപ്പിച്ച പച്ചപ്പുഴു തിന്നു. മദ്യപാന്മാരെ ഉണർന്നു കരുവീൻ, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായിക്ക് അറ്റുപോയി. പണ്ടങ്ങാണ്ട് 2 അന്യഭാഷ പഠിച്ചത് പാടി 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 കടുകൊറുക്കുന്ന പോലെ 2 അന്യഭാഷ പറയുന്ന പറച്ചിലല്ല. പുതുശക്തി, പുതിയ വീഞ്ഞ് വരണം. നിന്റെ പഴയ തുരുത്തിയെന്ന് മാറ്റണം. നിന്റെ പഴയ ഹൃദയം മാറ്റണം. ഒരു പുതിയ ഹൃദയമായി വന്നാൽ ഇവിടെ പുതുവീഞ്ഞ് വരും യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ വരുമ്പോൾ ഓർത്തോണം, ഒരു സിംഹമൊക്കെ കഴുകും. ആര് വിടുന്ന അറിയോ? ഇവൻ വിടുന്നതാ. പ്രൈസ് ദി ലോർഡ്.
അത് ആദ്യം മുന്തിരിവള്ളി എന്ത് ചെയ്യും? മുന്തിരിവള്ളി നശിപ്പിക്കും. കണ്ടോ? ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം കണ്ടോ? പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ആ മുന്തിരിവള്ളി പ്രൈസ് ദി ലോർഡ് പ്രീതവനുള്ള മുന്തിരിവള്ളിയാണ്. പോറവറ്റം സഭയെ, ഇത് പ്രിയന്റെ മുന്തിരിവള്ളിയാ. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് നട്ടതെങ്കിൽ പ്രൈസ് ദി ലോർഡ് പറിക്കാൻ ഒറ്റൊരുത്തിന് സാധ്യമല്ല. ഒരു കാര്യം ഓർത്തോ, ഉടകമന ഹറ്റുന രഹസ്യ. ആദ്യം വേലി കെട്ടി, പിന്നെ തടമെടുത്തു, കല്ല് പറക്കി, ചട്ടിട്ടു, ഗോപുരം പണിഞ്ഞു. നല്ല മുന്തിരി കായ്ക്കുമെന്നാ വിചാരിച്ചത്. പക്ഷേ വേലി പൊളിഞ്ഞു, ഐക്യത പോയി, മതിൽ ഇടിഞ്ഞു, ഐക്യത നഷ്ടപ്പെട്ടു. വടിയ പോകുന്ന വിചാരി വരെ കയറി. ഹല്ലേലൂയ. കയ്പ് വന്നു. കയ്പെന്ന് പറഞ്ഞ കലക്കം, കലക്കം എന്ന് പറഞ്ഞ ബാബേൽ, കുഴപ്പം, ജാതി കയറി. ദൈവദാസൻ അതിനെക്കുറിച്ചൊന്ന് പ്രസംഗിച്ച ഇപ്പോഴും എൻ്റെ അകത്തുണ്ട്. തടമെടുത്ത് മഴവെള്ളം വീണാൽ അതിനകത്തെന്നും പ്രൈസ് ദി ലോർഡ് വേരിറങ്ങാനുള്ളതായ ആഴമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ആഴത്തിൽ കൊണ്ട് നിറച്ചു. പ്രൈസ് ദി ലോർഡ്. യഹോവയിൽ തന്നെ നീ ആശ്രയിച്ചാൽ നിന്നെ നടുന്നൊരു കരമുണ്ട് കേട്ടോ. വെള്ളത്തിനരികെ നടുന്നത് പ്രൈസ് ദി ലോർഡ് ആറ്റരികെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. നീ പച്ച പിടിച്ചിരിക്കൂ, ഉഷ്ടം തട്ടിയാൽ ഇതിന്റെ മുഖം വാടത്തില്ലെന്ന്. ഇവിടെ വാടിയ മുഖമായിട്ടല്ല ഇരിക്കേണ്ടത്. ഹല്ലേലൂയ. സന്തോഷമുള്ള മുഖമായിട്ട്. പ്രൈസ് ദി ലോർഡ്. അത്തി മുന്തിരി എല്ലാം എന്ത് ചെയ്തു? തകർത്തു. പ്രൈസ് ദി ലോർഡ്. ഇതങ്ങനെ തകരാൻ കാരണം എന്നാ? പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ആ മോശം മരിക്കുന്നതിന് മുമ്പ് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ കൽപ്പന നീ ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കണം. അനുസരിച്ചാൽ നിനക്ക് ഈ ദേശത്തിന്റെ സകല അനുഗ്രഹങ്ങളും നന്മയും. 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നീ ഇത് കേട്ടനുസരിക്കാതെ വന്നാൽ എന്ത് ചെയ്യും? നിനക്ക് ശാപമുണ്ടാകും. ആ ശാപം വരുമ്പോൾ സമയം മുതലാണ് എന്ത് ചെയ്യുന്നത്? രോഗമുണ്ടാകുന്നത്. ദൈവത്തിന്റെ പ്രമാണം വിട്ടാൽ തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തിന്നു. അത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോ തിന്നരുതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, തുടരുതെന്നും കൂടെ പറഞ്ഞു. എന്ത് ചെയ്തു? സ്വന്തത്തിൽ നിന്നും കൂടെ കുറച്ചങ്ങ് എടുത്തിട്ടു. മനസ്സിലായോ? നീ സ്വന്തത്തിൽ നിന്നൊന്നും പെരിപ്പിച്ച് പറയരുത്. തൊങ്ങല് പിടിപ്പിച്ച് പെരിപ്പിച്ച് ഒരു വാക്കാരെങ്കിലും പറഞ്ഞെങ്കിൽ അതിനെ പിടിച്ച് തൊങ്ങല് പിടിപ്പിച്ച് തേജസ് നഷ്ടപ്പെടുത്തരുത്. നീ രോഗിയായി മാറും. ഇതൊക്കെ പറഞ്ഞു തരാൻ ഒത്തിരി സമയം വേണം. സമയം തീരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ തൊട്ട് വിട്ടെന്നേ ഉള്ളൂ. അതിൻ്റെ 37-38 കിടപ്പുണ്ട്. മുന്തിരിവള്ളിയൊക്കെ എന്തോ സംഭവിച്ചെന്ന് വേഗം വായിച്ചു. ആവർത്തനം 28-37-38. സ്തംഭനത്തിനും പരിഹാസത്തിനും. കണ്ടോ? ദൈവവചനം അനുസരിച്ചില്ലെങ്കിൽ, കൽപ്പന കേട്ട് അനുസരിച്ചില്ലെങ്കിൽ, അത് ശ്രദ്ധയോട് കേട്ട് കുറിച്ചെടുത്ത് വീട്ടിൽ പോയി വായിച്ച് ധ്യാനിച്ച് പ്രാപിക്കേണ്ടത് പ്രാപിക്കണം. നാളുകളായില്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? പറ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ഈ വളരെ വിത്തിടും.
മതി. ഇവിടെയൊക്കെ കുറിച്ച് വെച്ച് വീട്ടിൽ പോയിരുന്ന് വായിച്ച് നോക്കിയാൽ നന്നായിരിക്കും. നിങ്ങളൊരു കാര്യം ഓർക്കണമേ, ദൈവത്തിൻ്റെ പ്രമാണം നമ്മൾ പ്രമാണമുള്ള പാടി കേട്ടില്ല, പത്യവചനത്താൽ പോഷിപ്പിക്കുക. മനസ്സിലായോ? പത്യവചനവും പത്യ ഉപദേശവും ഉണ്ടെന്നേ. മനസ്സിലായോ? പത്യം പിടിച്ചില്ല നീര് വരും. പ്രൈസ് ദി ലോർഡ്. ഇതതുപോലെ മനസ്സിലാക്കി ജീവിക്കേണ്ടതാ. ഒത്തിരി കാര്യങ്ങൾ ദൈവം എന്നെ ഓർപ്പിക്കാനിടയായി. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? വായിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവിടെ ഒരു പ്രൈസ് ദി ലോർഡ് ആലോചന പറയുന്ന 14-ാം വാക്യം. ആ ആ അയക്ക്. പ്രൈസ് ദി ലോർഡ്. വിത്ത് ഇഷ്ടം പോലുണ്ട്, കട്ടയുടെ ഇടയിൽ കിടക്കുക. കണ്ടോ? എനിക്ക് കർത്താവിൻ്റെ ദൈവാസന്നിധായിരിക്കുന്ന വചന സൂഴി എനിക്ക് ഒട്ടും ഇഷ്ടമാണ്. ഡെപ്തിലിറങ്ങുക. പാലല്ല, നല്ല ഭക്ഷണമാണ് കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പുഷ്ടി വരും. ഞായറാഴ്ച വരണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇളതെല്ലാം മടക്കേണ്ടി അവിടെ ഇവിടെയൊക്കെ ആയിരുന്നല്ലോ. ഒരു കാര്യം ഓർക്കണം, കട്ടയുടെ ഇടയിലാണ് വിത്ത് കിടക്കുന്നത്. കട്ട ഇപ്പം നല്ല വെള്ളമാ, നല്ല മഴയാ, ചവിട്ടിയാ ചെളിയാ, നല്ലൊരു വറവുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പാടമൊക്കെ വിണ്ടുകീറി കിടക്കുന്നത്? അവിടെ ആരെങ്കിലും കൊണ്ട് വിത്തിടുമോ? പ്രൈസ് ദി ലോർഡ്. ഈ പ്രൈസ് ദി ലോർഡ് ഇത് വരണ്ടു പോകാൻ കാരണം ഇതിനകത്തുള്ള മത്സരമാ. മനസ്സിലായോ? മത്സരം, ആഭിചാരദോഷം. നീ ക്ഷുദ്രത്തിന് പോകണ്ട, നീ മത്സരിച്ചിരുന്നാ മതി. നീ തന്നെ ക്ഷുദ്രക്കാരനാ. പ്രൈസ് ദി ലോർഡ്. മത്സരം ആഭിചാരദോഷം പോലെയും പോയോ ചാട്യം മിഥ്യാപൂജ പോലെയുമാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം. വീട്ടിൽ മത്സരിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല. സഭയിൽ മത്സരിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. ക്ഷുദ്രം ചെയ്യേണ്ട, പോകുന്ന വഴിയാത്രക്കാരൻ ഇങ്ങോട്ടിങ്ങ് കയറും, വേലി പൊളിയുമല്ലോ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് അസന്നിഗ്ധമായി മറ നീക്കി വചനത്തിനകത്തൂടെ ദൂത് പറയുമ്പോൾ, ദൈവമേ, നീ ഭക്ഷണം കഴിച്ചാൽ നിനക്ക് ബലം പ്രാപിപ്പാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഈ ഭക്ഷണത്തിന് രുചിയില്ലെന്ന് പറഞ്ഞിരിക്കരുത്. ചില കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാ പിള്ളേർക്കും ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ആ കൂട്ടാൻ വേണ്ട, എനിക്ക് ഈ കൂട്ടാൻ. നിന്റെ വീട്ടിലുണ്ടാക്കുന്ന നീ കഴിക്കാനാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് ചിലപ്പോൾ രുചി കുറേ, പക്ഷേ പ്രൈസ് ദി ലോർഡ് മറ്റേ അവിടെ ഫാസ്റ്റ് ഫുഡിൽ കിട്ടും. പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ നീ രോഗിയായി മാറും. നിനക്ക് വീട്ടിലൊരു ചമ്മന്തിയെ ഉള്ളെങ്കിലും അതിന് രുചി കണ്ടെന്നേ. മനസ്സിലായോ? ഇതിനകത്ത് തരുന്ന ദൈവവചനം അല്ലെങ്കിൽ നീ ഒന്ന് ഭക്ഷിച്ചാൽ സ്വർഗം വലിയ ചെയ്യാൻ പോകുക. മത്സരികൾ വരണ്ട പ്രദേശത്ത് മത്സരം മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിന്റെ ശസ്ത്രക്രിയക്ക് സമയമെടുക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഈ കാലഘട്ടം സിയോനാണ്. സിയോനാണ് കാഹളം മൂതേണ്ടത്. സിയോൻ എന്താ? ഇതൊരു സിയോനാ ദൈവമക്കളെ. ദൈവം വസിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലമായത്. മനസ്സിലാകുന്നുണ്ടോ? 112-ാം സങ്കീർത്തനം വായിച്ചു നോക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രതികൂലം വന്നിരിക്കുമ്പോൾ, ഇങ്ങനെ ആയിരിക്കുമ്പോൾ, ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ
മനസ്സിനായിട്ട് ഹൃദയത്തിനകത്ത് അന്തും മീന്തും കൂശുമ്പും കുന്നായ്മയും അല്ലെങ്കിൽ കൂട്ടിപ്പിടിപ്പീരും വെച്ച് വരരുത്. പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ. അവൻ കരുണയും കൃപയും കരുണയും ദീർഘക്ഷമയും ബാധയുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. ഇതൊരു കുറിവാക്യമായിട്ട് കിടക്കട്ടെ. വലിയ പ്രതികൂലങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മളെ നിത്യമായി സ്നേഹിച്ച് ദീർഘക്ഷമ തരുന്ന നല്ല കർത്താവ് ഇന്ന് പകൽ ഇവിടെയുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം കണ്ണടച്ചാട്ടെ. എൻ്റെ ദൈവമേ, എന്നോട് സംസാരിച്ചു, എൻ്റെ സഭയോട് സംസാരിച്ചു, എൻ്റെ ദൈവദാസനോട് സംസാരിച്ചു. ഹല്ലേലൂയ. ദുഃഖിക്കുന്ന ദൈവദാസന്മാർ ദുഃഖിക്കരുത്. അവിടെ ഹൃദയത്തിന് വേദന വരരുത്. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ തരാൻ നല്ല പുറമറ്റ സഭയാകുന്ന സിയോനോട് എബനേസറാണെങ്കിലും ഇത് സിയോനാണ്. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം അല്ലെങ്കിൽ ഉയരം കൊണ്ട് മനോഹരമാണ്. ആരാധനയ്ക്ക് യോഗ്യൻ ഇവിടെ ഉണ്ട്. അവനെ ആരാധിപ്പാനായി, അവനെ സ്തുതിപ്പാനായി, അവനെ മഹത്വപ്പെടുത്താനായി നല്ല ദൈവം തന്റെ ജനത്തെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞ സമയം നൽകിയ ദൈവാസന നന്ദി പറഞ്ഞ ഈ വചനങ്ങളാ ദൈവം സഹായിക്കട്ടെ.